ഒരു മോവാബ്യനോ അമോന്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ഇത് ഇസ്രായേലിന് കൊടുത്ത പഴയ നിയമ പ്രമാണമായിരുന്നു. എന്നാൽ രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ മോവാബ്യ സ്ത്രീയായ രൂത്ത് സ്വന്തം ചാർച്ചക്കാരെയും ദേശക്കാരെയും വിട്ട് നിന്റെ ദൈവം എൻ്റെ ദൈവമെന്ന് ഏറ്റുപറഞ്ഞ് നവോമിയോടുകൂടി ഇസ്രായേൽ ദേശത്ത് വന്നു. പ്രമാണം നോക്കിയാൽ ചാർച്ചക്കാരിയായി കൂട്ടുവാൻ കഴിയത്തില്ല. എങ്കിലും യഹോവയായ ദൈവത്തെ അവൾ അവളുടെ ദൈവമായി ഏറ്റുപറഞ്ഞപ്പോൾ അവൾക്ക് അവിടെ ഒരു വീണ്ടെടുപ്പുകാരനുണ്ടായി, ബോവസ്. ഈശായുടെയും ദാവീദിൻ്റെയും ശലോമോൻ്റെയും സാക്ഷാൽ യേശുക്രിസ്തുവിൻ്റെയും വംശാവലിയിൽ ജാതീയ സ്ത്രീയായ രൂത്തിൻ്റെയും പേർ എഴുതി ചേർക്കപ്പെട്ടു. ഈ സഭയിൽ പോലും കടക്കുവാൻ അനുവാദമില്ലാതിരുന്നവളെ ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ചേർക്കുവാൻ ദൈവത്തിന് അവളോട് പ്രസാദം തോന്നി. അതുപോലെ ജാതികളായ നമ്മളും ചേർത്തുകൊള്ളുവാൻ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി. ആയതിനാൽ വചനം പറയുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന് അന്യരുമായിരുന്ന നമ്മെ വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് വാഗ്ദത്തത്തിന് അവകാശികളാക്കി തീർത്തു.